ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഷാരി ആണെങ്കിൽ ഹോസ്പിറ്റൽ ICUല് കുറച്ച് സീരിയസ് ആയിട്ട് കിടക്കാട്ടോ. അങ്ങനെ കിരൺ സരയുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതിനു ശേഷം കല്യാണിന്റെ അടുത്തേക്ക് വരുമ്പോ കല്യാണി പറയുന്നുണ്ട്, കണ്ടില്ലേ കിരണേട്ടാ, എനിക്ക് താരാന്റെ അയച്ച മെസ്സേജ് ആണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അത് വായിച്ചു നോക്കാണ് കിരൺ. മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. താരാന്റെ എന്താ ഇപ്പൊ ഇങ്ങനെ അയക്കാനായിട്ട്? ഞാൻ അവിടേക്ക് പോയപ്പോഴേക്കും താരാന്റിക്ക് മുഖത്ത് വല്ലാത്തൊരു വിഷമുണ്ടായിരുന്നു. താരാന്റി എന്തോ ഒരു ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്ന് പറയാണ്. താരാന്റി ഒരുപാട് മാറി. മുമ്പൊക്കെ എനിക്ക് കുത്ത് കിട്ടിയെന്ന്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ താരാന്റി ഇവിടെ എന്റെ കൂടെ വന്ന് നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ വിളിക്കുമെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ വിളിയുമില്ല, സംസാരവുമില്ല, കാണലുമില്ല. താരാന്റിക്ക് എന്തു പറ്റിയോ എന്തോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെയും വരെ പോയിട്ടൊന്ന് അന്വേഷിക്കാം, എടുത്ത് താരാന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് കിരൺ പറയുമ്പോ കല്യാണി പറയണ്ട്, ഞാനും കൂടി വരാൻ കിരണേട്ടാ. വേണ്ട കല്യാണി, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, പറ്റുമെങ്കിൽ താരാന്റിനെ കൂട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ കിരൺ പറയാണ്. ശേഷം നേരെ കിരൺ താരയുടെ വീട്ടിലേക്ക് പോവാണ്. താരയെടുത്ത് മനസ്സ് തുറന്ന് കിരൺ സംസാരിക്കുകയാണ്. താരാന്റിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ വേണ്ടി പറയുമ്പോ താര പറയണ്ട ഒന്നുമില്ല എന്ന് പറയാണ്. താരാന്റി ഒന്നുമില്ലെന്ന് പറഞ്ഞാലും മുഖം കണ്ടാൽ അറിയാം താരാന്റി എന്തോ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്. താരാന്റി എന്നോട് തുറന്നു പറ താരാന്റി, ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ പരിഹരിക്കാം. അല്ല, താരാന്റിയുടെ മനസ്സിനുള്ളിൽ കയറിയിട്ട് ഒന്നും ചെകഞ്ഞ് പുറത്തെടുക്കാനൊന്നും എന്നെ കൊണ്ട് ആവില്ല. താരാന്റി പറഞ്ഞാൽ മാത്രമേ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാ ചോദിക്കണത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറ. സരിയോ താരാന്റിനെ ദ്രോഹിക്കോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ താര ഇല്ലാന്ന് തന്നെയാണ് മറുപടി പറഞ്ഞത്. പിന്നെ കരയണുണ്ട് കേട്ടോ. അപ്പൊ കിരൺ പറയണ്ട, എനിക്ക് മനസ്സിലായി താരാന്റി, വേറെ ഒന്നുമല്ല, സരിയോ സ്വന്തം അമ്മയായിട്ടുള്ള താരാന്റിനെക്കാളും സ്നേഹിക്കണത് ഷാരി ആന്റീനെയാണെന്ന് ഒരു ടെൻഷൻ താരാന്റിക്ക് ഉണ്ടല്ലേ, അതായിരിക്കും അവരെ. അതൊന്നും ഓർത്ത് ടെൻഷൻ ഒന്നും ആവണ്ട താരാന്റി. അത് അവൾ ഇത്രനാൾ വളർത്തി വലുതാക്കിയത് ഷാരി ആന്റി അല്ലേ, അതുകൊണ്ടിട്ടായിരിക്കും കുറച്ച് സ്നേഹ കൂടുതൽ അവരോടുള്ളത്. എന്ന് വെച്ചിട്ട് ആന്റിയുടെ അടുത്ത് സ്നേഹമില്ലായ്മയൊന്നും ഇല്ലട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊക്കെ കേട്ട് നമ്മുടെ താര തല കുലുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കിരൺ പറയണ്ട്, ഇത് തന്നെയല്ലേ പ്രശ്നം, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ, താരാന്റി എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ താര ഉറപ്പിച്ചു പറയണം. കിരൺ പറയണ്ട്, ആന്റിക്ക് ആരും ഇല്ലാത്ത സമയം, അതായത് ആന്റിയുടെ പേര് പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും തമ്മിൽ വേർപെട്ടായിരുന്നു. എന്നിട്ടും എന്റെ അച്ഛൻ താരാന്റിനെ വേദനിപ്പിച്ചില്ല. നല്ലൊരു സ്ഥലത്ത് താരാന്റിക്ക് സംരക്ഷണം തരാണ് എന്റെ അച്ഛൻ ചെയ്തത്. അതൊക്കെ താരാന്റിക്ക് ഓർമ്മ വേണം. ആരില്ലാത്ത സമയത്ത് എന്റെ അച്ഛൻ മാത്രമേ താരാന്റിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാനും കല്യാണിയൊക്കെ സ്വന്തം അമ്മേനെ പോലെ താരാന്റിനെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ താരാന്റിന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് താരാന്റി നല്ലത്. അതല്ലാന്നാണെങ്കിൽ താരാന്റിനെ അങ്ങോട്ട് ചെയ്യണം, വലിയ ദ്രോഹമായിരിക്കും അത് എന്ന് പറഞ്ഞിട്ടാണ് കിരൺ അവിടെ നിന്ന് പോകുന്നത്. അത് കേൾക്കുമ്പോ താരക്ക് ഒന്നുകൂടി വിഷമം കൂടുവാട്ടോ. ശരിയാണ്, താൻ എല്ലാവരും ചതിക്കുകയാണ്. താൻ കാരണം മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ട്. താൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും കിരണിനോടും കല്യാണത്ത് തുറന്നു പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താര ആകെ കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയാട്ടോ. അതേസമയം ഹോസ്പിറ്റലാണെങ്കിൽ സരിയു ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഡോക്ടറുടെ അടുത്ത് സരിയു ചോദിക്കണ്ട്, ഇപ്പോ എങ്ങനെയുണ്ട് ആൾക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ ചെറിയ ബോധമൊക്കെ വന്നിട്ടുണ്ട്. മോളാണോ? അതെ, എന്നകത്തു പോയി കണ്ടോളൂ എന്ന് ഡോക്ടർ പറയാണ്. സരിയു അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് ഷാരി പതുക്കെ കണ്ണു തുറക്കുന്നുണ്ട്. സരിയുവിനെ കാണുമ്പോ ഷാരിക്ക് ഭയങ്കര സന്തോഷാവാണ്. പക്ഷെ സരിയു ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ആ പയസ് അവിടെ കല്യാണിനെ കുത്തിക്കൊല്ലാൻ വേണ്ടി വന്നപ്പോ അവൻ നിങ്ങളോട് പറഞ്ഞതല്ലേ റൂമിന്റെ ഉള്ളിൽ പോയി ഇരുന്നോളാം, നിങ്ങൾ ഇതിനെ പുറത്തിറങ്ങി വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോ ഷാരിക്ക് വിഷമം കൂടുവാട്ടോ ചെയ്യുന്നത്. സരിയു പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള കൂത്ത് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ജീവിച്ചിട്ട് ആർക്ക് എന്ത് പ്രയോജനമുള്ളത്? നിങ്ങളുടെ സ്വന്തം മകളല്ല ഞാൻ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, നിങ്ങൾക്ക് ബന്ധുക്കളോ കുടുംബമോ ഒന്നുമില്ല, സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, പിന്നെ നിങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കണത്? ആ കല്യാണിക്ക് കിട്ടേണ്ട കുത്ത് മേടിച്ചിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നേ പുച്ഛിക്കാട്ടോ. അപ്പൊ ഷാരി പറഞ്ഞു, മോളെ കല്യാണിനെ ദ്രോഹിക്കേണ്ട മോളെ എന്ന് പറഞ്ഞു. ഓഹോ, കുത്ത് കിട്ടിയപ്പോ അപ്പൊ നിങ്ങളും നന്നായോ എന്ന് സരിയു ചോദിക്കാണ്. അതുകൊണ്ടിട്ടല്ല, അവളെ ദ്രോഹിച്ചവരൊന്നും സത്യം പറഞ്ഞാൽ ഗുണം പിടിച്ചിട്ടില്ല മോളെ. മോൾ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. ആലോചിച്ച് നോക്ക്, ആരെങ്കിലും സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ടോ? അവളുടെ അടുത്ത് ന്യായവും അവളുടെ അടുത്ത് സത്യസന്ധത ഉള്ളതുകൊണ്ടാണ് ദൈവങ്ങൾ അവളുടെ കൂട്ട് നിൽക്കുന്നത്. അല്ലാതെ മോള് പറഞ്ഞ പോലെ അവള് ദൈവങ്ങളെ കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ ശപിക്കുകയല്ല ചെയ്യണത്. അവളുടെ നന്മ തിരിച്ചറിഞ്ഞ ദൈവങ്ങളും ഭാഗ്യവും ഒക്കെ അവളുടെ കൂടെ ഉള്ളതാണ്. ഇനി അവള് ദ്രോഹിക്കേണ്ട മോളെ, ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ചു പോയാൽ പോരെ. ഇനി ഒരു അത്യാഗ്രഹവും വേണ്ട മോളെ, അത് നമ്മുടെ ശവം കാണാനായിട്ടായിരിക്കും. നിങ്ങൾ ശവമായിരിക്കോ, പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് എന്റെ കിരണിനെ വേണം. കിരണിനെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഒരു പ്രാവശ്യം കല്യാണി രക്ഷപ്പെട്ടു, പക്ഷെ ഇനി ഞാൻ പയസിന് ഇറക്കും, ഇനിയും കല്യാണിനെ കുത്താൻ പറയും, അവള് തീർച്ചയായിട്ടും മരിക്കും. അവനെത്ര കൃത്യമായിട്ടാ കുത്തിയത്. പക്ഷെ കുത്ത് മാറിക്കൊണ്ടത് നിങ്ങൾക്കായി പോയി. ഇപ്പൊ ഈ കുത്ത് കല്യാണിക്കാ കൊണ്ടിരുന്നെങ്കിൽ അവൾ എപ്പോഴേ മരിച്ചാനെ, നിങ്ങൾക്ക് പകരം അവളിപ്പോ ഡെഡ് ബോഡി ആയി കിടന്നാനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് സരിയു. ഇതൊക്കെ കേൾക്കുമ്പോ ഷാരിക്ക് വിഷമാവാട്ടോ.
ഷാരി അടുത്ത് സരയു പറയേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ എന്തിനു പശ്ചാത്താപോ എന്തെങ്കിലും കുറ്റബോധമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചോ. അല്ല ഇനിയിപ്പോ സാധാരണ പ്രകാശൻ അങ്ങനെയാണല്ലോ, പ്രകാശിന്റെ കാലിലിട്ട് അവന്റെ അമ്മ അടിച്ചപ്പോഴാണ് അയാള് നല്ല രീതിയിലേക്ക് മാറിയത്. അങ്ങനെ ദുഷ്ടന്മാർക്ക് ഒരു അടി കിട്ടുമ്പോഴാണ് നല്ല രീതിയിലേക്ക് മാറുന്നത്. മനോഹറിന്റെ കാര്യം അങ്ങനെ തന്നെ. അതുപോലെ നിങ്ങൾക്കൊരു കുത്ത് കിട്ടിയപ്പോ നിങ്ങൾ കല്യാണിന്റെ സൈഡിലേക്ക് മാറിയോ? അങ്ങനെ എങ്ങാനും മാറിയെങ്കിൽ നിങ്ങളെ ഞാൻ തല്ലിക്കൊല്ലും. എന്റെ ഉദ്ദേശം എങ്ങാനും നിങ്ങൾ കല്യാണിയുടെ കിരണോടോ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളിപ്പോ ഈ ഓക്സിജന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടു പോണത്. ആ ഓക്സിജൻ മാസ്ക് ഞാനെടുത്ത് മാറ്റും. പിന്നെ വെറും ഒരു 2 മിനിറ്റ് പോലും വേണ്ട നിങ്ങൾ മരിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് സരയു പുറത്തേക്ക് പോകട്ടോ. ഷാരി പൊട്ടിക്കരയാണ്. ഈശ്വര, ഇവളിതുവരെ നന്നായില്ലല്ലോ. കിരണോടും കല്യാണിയോടും സത്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അവരെ തെറ്റിച്ചത് കൊണ്ട് തന്റെ ജീവിതത്തിൽ ഒന്നും നല്ലത് സംഭവിക്കാൻ പോണില്ല. ഇപ്പൊ ഷാരിയും സരയും ഒക്കെ എത്രമാത്രം ദ്രോഹം കല്യാണി അടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവള് തിരിച്ച് സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഷാരി മനസ്സിലാക്കാണ്. കാരണം കല്യാണിയാണ് യഥാർത്ഥ ശരിയെന്ന് മനസ്സിലാക്കാണ് ഷാരി. മുമ്പ് കല്യാണി ദ്രോഹിച്ചതും കല്യാണിനെ കുറ്റം പറഞ്ഞതും കല്യാണിനെ മറിച്ചിട്ടതും തല്ലിയതും എല്ലാം ഷാരി ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഇവര് നന്നായെന്ന് മനസ്സിലാക്കിയപ്പോ കല്യാണി എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ ഷാരി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് പോലും വിചാരിക്കുകയാണ്. അങ്ങനെ കിരൺ ഐസിയുടെ ഉള്ളിലേക്ക് ഷാരിനെ കാണാൻ വേണ്ടി കയറുന്നുണ്ട് കേട്ടോ. കിരണിനോട് എന്തൊക്കെയോ ഷാരിക്ക് പറയണോന്നുണ്ട്. അപ്പൊ കിരൺ ചോദിക്കണ്ടേ, എന്താ ആന്റിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടോ? ഈ കുത്തിയ ആളെ കണ്ട ആന്റിക്ക് തിരിച്ചറിയാവോ? ആന്റി ഇതിനു മുമ്പ് കണ്ട ആളാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഷാരി ഇല്ല എന്ന് തന്നെയാണ് തലയാട്ടുന്നത്. പക്ഷെ ഷാരിക്ക് വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അങ്ങനെ ഷാരി പറയണ്ട, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഷാരി പറയണം. അത് പക്ഷെ സരയു കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോ കിരൺ പറയണ്ട, എന്താ ആന്റി എന്താണെങ്കിലും പറഞ്ഞോ, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയാണ്. അപ്പൊ സരയു പറയണ്ട, അയ്യോ അത് വേറൊന്നുമല്ല, അമ്മക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന അമ്മക്കൊരു പേടി. അപ്പൊ എന്നെയും മോളെയൊക്കെ നന്നായിട്ട് നോക്കണമെന്നും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവില്ലാതെ നോക്കണമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കിരണേ. എല്ലാം അമ്മ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒടുക്കത്തിൽ അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. ആന്റി അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഞങ്ങൾ എല്ലാരും കൂടെ തന്നെയുണ്ട്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് ആന്റിക്ക് ഇനിയിപ്പോ ഒന്നും പേടിക്കാനൊന്നും ഇല്ല, അപകടനില തരണം ചെയ്തു തന്നെയാണ് പോലീസുകാരൊക്കെ ഹോസ്പിറ്റലുകാരും ഡോക്ടർമാരൊക്കെ പറയണത്. ആന്റി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് സരയു വേണ്ട, ഓഹോ നിങ്ങളപ്പോ അവരുടെ സത്യങ്ങളൊക്കെ പറയാനുള്ള ഒരുക്കാണല്ലേ, നിങ്ങൾ നോക്കിയോ, നിങ്ങൾ സത്യങ്ങളൊക്കെ പറയാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ഈ ഐസിനുള്ളിൽ തന്നെ നിങ്ങൾ ഞാൻ ഇല്ലാതാക്കും. നോക്കിക്കോ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് ശ്വാസം മുട്ടി ഈ ഓക്സിജൻ മാസ്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്വാസം മുട്ടി മരിക്കും. ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ ഇടക്കിടക്ക് വരാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ മരണമായിട്ട് എഴുതി തള്ളുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു പ്രയാസമില്ല. എന്നെ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കാത്തത് എന്റെ പെറ്റമ്മയാണെങ്കിലും പോറ്റമ്മയാണെങ്കിലും ഞാൻ ഇല്ലാതാക്കി കളഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് ഷാരിനെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് നമ്മുടെ സരയു കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഒറിജിനൽ പ്രൊമോ വരുന്നത് 11 മണിക്കാണ്. 11 മണിക്ക് പ്രൊമോ വരുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.